ഹായ്, ഞാൻ ഡോക്ടർ ലക്ഷ്മി. അപ്പം സിറിഞ്ചിങ്ങിനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മുലയൂട്ടുന്ന ഒത്തിരി അമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻവേർട്ടഡ് നിപ്പിൾ, അതായത് മുലക്കണ്ണ് ഉള്ളിലേക്കിരിക്കുക. അതുമൂലം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ബുദ്ധിമുട്ട് നേരിടുക. ഒത്തിരി അമ്മമാർ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിന് നമുക്ക് ഉള്ളൊരു പരിഹാരമാണ് സിറിഞ്ചിങ് എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു 20 cc സിറിഞ്ചാണ്. സിറിഞ്ച് ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് മെഡിക്കൽ സ്റ്റോർസിൽ അവൈലബിൾ അല്ല. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങാൻ പോയപ്പോൾ ഞാനും റീസെൻ്റായിട്ട് അറിഞ്ഞതാണ്. ബിക്കോസ് ഒത്തിരി മിസ്യൂസ് ഉള്ളതുകൊണ്ട്. സോ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വരും നിങ്ങൾക്ക് സിറിഞ്ച് വേണമെങ്കിൽ. അതിന് ഐ തിങ്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണമെങ്കിൽ ഇപ്പോൾ സിറിഞ്ചും നീഡിൽസും, എസ്പെഷ്യലി നീഡിൽസ് അങ്ങനെ കിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ IV ഡ്രഗ് യൂസസ് ഒത്തിരി മിസ്യൂസ് നടക്കുന്നത് കൊണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ ഒരു 20 cc സിറിഞ്ചാണ്. ഈ സിറിഞ്ച് നിങ്ങൾക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഈ സിറിഞ്ച് ഇരിക്കുക. ഓക്കെ, അതായത് ഇവിടെ ഒരു പാർട്ടൂടെ കാണും ഈ സിറിഞ്ചിന്. ഇവിടെ ഒരു പാർട്ടൂടെ കാണും സിറിഞ്ചിൻ്റെ. സോ ആ പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ സിറിഞ്ച്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. ഇവിടെ ഒരു സിറിഞ്ചിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം കാണും. അത് നിങ്ങൾക്കൊരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഇതിങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് ഈ പോർഷൻ ഇങ്ങോട്ട് കയറ്റുക. എന്നിട്ട് ഈ ഭാഗം നിപ്പിളിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് പുറത്തോട്ട് വലിക്കാം. അപ്പോൾ ആ ഒരു സക്ഷൻ ഫോഴ്സ് കാരണം നിപ്പിൾ പുറത്തോട്ട് വരും. കുറച്ച് സമയത്തൊക്കെ നിപ്പിൾ പുറത്തോട്ട് വയ്ക്കും. അപ്പോൾ ഫീഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുക. അതിനുശേഷം ഫീഡ് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് മൂലം നിപ്പിൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധി വരെ നമുക്ക് ഇൻവേർട്ടഡ് നിപ്പിളിനൊരു സൊല്യൂഷനായിട്ട് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിപ്പിൾ ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. നിപ്പിൾ ഷീൽഡ് വെച്ചിട്ട് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്